ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി ദേശീയ, അന്തർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ പാർട്ടികൾ അധികാരത്തിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ്. 77 ശേഷം തുടർച്ചയായി ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൽ പോലും വലിയ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താവുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രിസഭയുടെ സംഭവത്തോടുകൂടി കാണുന്നത്. ഇതിൻ്റെ അർത്ഥം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അവസാനിക്കുകയാണ് എന്നാണോ? ഇന്ത്യയിൽ ഒരു നൂറ്റാണ്ടായി നിലനിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ അവസാനിക്കുകയാണ്? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഹരിഹരൻ, ഇത് സത്യത്തിൽ വളരെ ഒരു ഗൗരവമുള്ള വിഷയമായിട്ടാണ് പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇന്ന് ഹിന്ദുവിലെ വിഷയം കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാതൃഭൂമിയിൽ MG രാധാകൃഷ്ണൻ ഈ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് എഴുതുന്നത്. ട്രിബ്യൂൺ പത്രത്തിൽ ഗൗരിദാസൻ നായർ എഴുതിയ ലേഖനത്തിലും ഈ ലാസ്റ്റ് ബാസ്റ്റിയൻ ഓഫ് ലെഫ്റ്റ് ഈസ് ഗോൺ എന്ന മട്ടിലുള്ളതാണ്. BBC അടക്കമുള്ള മാധ്യമങ്ങളിലും ഈ തരത്തിലുള്ളൊരു ചർച്ചയാണ്. ലോകത്തെ ഏറ്റവും ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാണ് ഉണ്ടായിരുന്നത്. 57 സർക്കാർ. അതിനു മുമ്പ് സാൻ മറീനോ എന്ന കുറേ സ്ഥലത്ത് ചെറിയൊരു പഞ്ചായത്ത് പോലെ സ്ഥലത്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പാരമ്പര്യം ഇന്ത്യയിൽ അവസാനിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയമായിട്ട് ഇന്ത്യൻ ദേശീയ പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയോ ആണോ? ഈ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി? ഒന്ന്, ഈ കേരളത്തെ സംബന്ധിച്ച് 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുക എന്നുള്ളത് ഒരു സ്വാഭാവിക രീതിയായിരുന്നു. പിണറായി വിജയൻ കഴിഞ്ഞ തവണ അധികാരത്തിൽ വരുന്നത് വരെ ആ രീതി തുടർന്നിരുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു നറേറ്റീവാണ് തുടർഭരണം എന്നുള്ളത്. അതിനു മുമ്പ് അങ്ങനെയില്ല, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളാണ്. തുടർഭരണം എന്നുള്ളതിലേക്ക് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ്, പാർട്ടിയുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബംഗാളിൽ 34 വർഷം തുടർച്ചയായി ഭരിച്ചിട്ട് പാർട്ടി പരാജയപ്പെട്ടപ്പോൾ, പാർട്ടിയും മുന്നണിയും പരാജയപ്പെട്ടപ്പോൾ PC ജോഷിയുടെ മരുമകൾ മാനിനി അവര് ഒരു ലേഖനം എഴുതുന്നുണ്ടായി. അവർ പറഞ്ഞത് 5 വർഷം കൂടുമ്പോൾ മാറി മാറി വരുന്ന കേരള മാതൃകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഗുണകരം എന്നാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങളായിട്ട് കുറേ കൂടി ബന്ധമുണ്ടാവും, സമരങ്ങളുണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കേണ്ടി വരും, അങ്ങനെ ഒരു വലിയ മാസ് മൊബിലൈസേഷൻ ഉണ്ടാവും, രാഷ്ട്രീയം സജീവമായി പ്രയോഗിക്കാൻ പറ്റും. തുടർച്ചയായിട്ട് ഭരണം വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബംഗാൾ താർന്നു പോയത്, ബംഗാളിലെ ഇടതുപക്ഷം ഇല്ലാതായതെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്തോ ഒരു അസാമാന്യ ശേഷിയുള്ള ആളാണ്, വികസന നായകനാണ്, അദ്ദേഹം ഇനിയും വരും, ഇനിയും വന്നാൽ കേരളത്തെ മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുതരം കോർപ്പറേറ്റുകൾക്ക് താല്പര്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിട്ടാണ് ഈ തവണ LDF വന്നത്. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം, ഞങ്ങളത് പോലുമില്ല, ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ തലയും എൻ്റെ വാക്കുകളും മാത്രമേ കേരളത്തെ സ്വാധീനിക്കുന്ന നിലയ്ക്കാണ്. അതിന് ഏറ്റവും ഒരു വലിയ അടിയുണ്ട്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരാജയമായിട്ട് മാത്രമേ കാണാവൂ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണുന്നത് ശരിയല്ല. നമ്മുടെ പല എഴുത്തുകാർക്കും ബുദ്ധികൾക്കുള്ള പ്രശ്നം, ഒരു CPMനെയാണ് ഐഡിയലായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കാണുന്നത്. ഇന്ത്യയിൽ 10-35 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, പല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, പലതരത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. ഗവൺമെൻറ് ഉണ്ടാക്കാൻ അവസരം കിട്ടുന്നത് CPMനും CPIക്കുമാണ്. ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ജോലി എന്നുള്ള ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 50 കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ CPMന് ഗവൺമെൻറ് ഉണ്ട്. ഒന്നിൽ ബംഗാളിലുണ്ട്, അല്ലെങ്കിൽ ത്രിപുരയിലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുണ്ട്. ഈ 3 സ്ഥലം ഒഴികെ മറ്റൊരു സ്ഥലത്തും CPMനോ CPIക്കോ ഗവൺമെൻറ് പങ്കാളിത്തമില്ല. അവർ ഗവൺമെൻറ്റിനെ നയിക്കുന്നില്ല, പങ്കാളിത്തം പോലും ഇല്ല. ഈ 3 സ്റ്റേറ്റിന് പുറത്തുള്ള വലിയ ഒരു പ്രദേശമല്ല ഇന്ത്യ എന്ന് പറയുന്നത്, എത്രയോ സംസ്ഥാനങ്ങൾ വേറെ കിടക്കല്ലേ. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് വീണ് കഴിഞ്ഞാൽ, കേരളത്തിൽ CPMന് ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്ന കാര്യമല്ല. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സമരങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ടവർ ഇടപെടുന്നുണ്ട്. ബീഹാറിലായാലും ദില്ലിയിലായാലും മഹാരാഷ്ട്രയിലായാലും ഒക്കെ CPM മാത്രമല്ല, മറ്റ് CPML ലിബറേഷൻ, അതുപോലെ നിരവധി CPIML ഗ്രൂപ്പുകൾ, പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ,
RMPI, CPI ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഇടപെടുന്നത്. പക്ഷെ അത് ശരിയാണ്. അത് തീർച്ചയായും ഒരു സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. 47-46 കൽക്കട്ട തിസിസിൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു റവല്യൂഷണറി ലൈനാണ് പ്രയോഗിക്കാൻ ശ്രമിച്ചത്, രണദിവ തിസിസ്. പക്ഷെ അതിന് ശേഷം പിന്നീട് പാർട്ടിക്കകത്ത് 51 ഉണ്ടായ കൽക്കട്ട കോൺഗ്രസിനകത്ത് ഈ നിലപാട് തിരുത്തിയിട്ട് പാർലമെൻ്റ് ഡെമോക്രസിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനൊരു തീരുമാനം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. അതിനുശേഷമാണ് 52 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയത്, പാർലമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. തീർച്ചയായും ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റത്തിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം പങ്കാളിയായത് മുതൽ അതിൻ്റെ പിന്നെ സംഭാവന ഇന്ത്യയുടെ പോളിസി മേക്കിങ്ങിലായാലും ശരി, ഇന്ത്യയുടെ നയരൂപീകരണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിലായാലും ശരി, ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻ്ററി കോൺട്രിബ്യൂഷൻ വളരെ വളരെ പ്രധാനമാണ്. ആ പാരമ്പര്യം ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ എത്ര പേരുണ്ട്? ആകെ 2-3 പേര് മാത്രമേ ഇന്ന് പാർലമെൻറ്റിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കി പിന്നെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇപ്പം അവസാനത്തെ മന്ത്രിസഭയും പോയി. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്പേസ്, ഇന്ത്യൻ മെയിൻ സ്ട്രീമിലുള്ള ഒരു സ്പേസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്നത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നൊരു ചോദ്യം ഇല്ലേ ഇപ്പോഴും? അല്ല, ആ ചോദ്യമുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ നടന്നത് എന്താ? കേരളത്തിലെ ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ ഒരു വലിയ ഷെയർ ഇത്തവണ UDFിലേക്ക് പോയി. അത് അബദ്ധത്തിൽ സംഭവിച്ചൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊരു തിരുത്തൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനസാമാന്യം, പാർട്ടി കേഡറുകൾ ഉൾപ്പെടെ UDFിന് വോട്ട് ചെയ്തു. അല്ലാതെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ജയിക്കാനോ, തളിപ്പറമ്പിൽ TK ഗോവിന്ദ മാഷ്ക്ക് ജയിക്കാനോ, അമ്പലപ്പുഴയിൽ G സുധാകരൻ ജയിക്കാനോ സാധ്യമല്ല. കാരണം അത്തരം നമുക്കറിയാം, ആ മണ്ഡലങ്ങളുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം, അവിടുത്തെ പാർട്ടി കേഡറുകളുടെ സ്വഭാവം അറിയാം, പാർട്ടി അനുഭാവികളുടെ പാർട്ടിയോടുള്ള കോറിൻ്റെ കാര്യം നമുക്കറിയാം. നമ്മൾ അറിയാലോ, ഇളകാത്ത കോട്ടയാണ് അതൊക്കെ. കർഷക സമരങ്ങളുടെ പാരമ്പര്യമുണ്ട്, ഒരുപാട് സമരങ്ങളുടെ പാരമ്പര്യമുണ്ട്. വടക്കേ മലബാറിലെ കർഷക കലാപങ്ങളുടെ, കർഷക സമരങ്ങളുടെ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. കയ്യൂർ അതിനകത്ത് വരുന്നുണ്ട്, കരിവള്ളൂർ വരുന്നുണ്ട്, മുനയംകുന്ന്, വാടിക്കുന്ന് എല്ലാം വരുന്നുണ്ട്. സുധാകരൻ്റെ കാലത്ത് അവിടെയാണെങ്കിൽ പുന്നപ്രവലാറിൻ്റെ മണ്ണാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ബന്ധപ്പെട്ട ആളുകൾ ബോധപൂർവം തീരുമാനിച്ചിട്ടാണ് ഈ ആളുകൾ ജയിപ്പിക്കുന്നത്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരു രീതിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ പാർട്ടിയെ നയിച്ച കാലം മുതൽക്ക് അദ്ദേഹത്തിനൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട വളരെ കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്തത്. പഴയ പാർട്ടിയുടെ സെക്രട്ടറി നിൽക്കുകയല്ല, അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് CITUവിൻ്റെ പല നേതാക്കളും പുറത്താക്കപ്പെട്ടു ഒരു ഘട്ടത്തിൽ. പിന്നീട് അടുത്ത ഘട്ടത്തിൽ VS അച്യുതാനന്ദനായി ബന്ധമുള്ള എല്ലാവരും, ഈവൻ C കണ്ണനെ പോലുള്ള ആളുകളെ പോലും, ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്തുണ്ടായിരുന്ന ആളാണ്. ഭരതേട്ടനെ ഒക്കെ പുറത്തു പോയി. VSനെ പോലും ചക്രശ്വാസം വലിപ്പിക്കുകയാണ് ചെയ്തത്. VS അച്യുതാനന്ദനെ പോലെ ഈ പാർട്ടി സ്ഥാപിച്ച ഒരാൾക്ക് ആ പാർട്ടിയിൽ പിണറായി വിജയൻ സെക്രട്ടറി ആയതിനു ശേഷം ഉണ്ടായ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കാതിരുന്നു, പിന്നെ ടിക്കറ്റ് കൊടുത്തു, മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രിയായപ്പോഴും ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. അല്ല, അത് തീർച്ചയായും പിണറായി വിജയൻ്റെ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ പിണറായി വിജയൻ്റെ മാത്രമല്ല, പിണറായി വിജയൻ്റെ കൊണ്ട് സഹകരിച്ച് നിൽക്കുന്ന പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ഉത്തരവാദിത്വം യാതൊരു സംശയമാണ്. പാർട്ടി അണികൾ അതിനോട് ശക്തമായിട്ട് റിയാക്ട് ചെയ്തോളൂ, ശരിയാണ്. പക്ഷേ അതിലുള്ള പ്രശ്നം ഇത് പിണറായി വിജയൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ഈ സംഗതിയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക്, പാർട്ടി ലീഡർഷിപ്പിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? പാർട്ടി കേന്ദ്ര നേതൃത്വം അടക്കം. അതിലെന്താ കാര്യം വെച്ചാൽ, അവർ ഈ പാർട്ടിക്ക് വേണ്ട പണം ഉണ്ടാക്കാനുള്ള ശേഷി പിണറായി വിജയനേ ഉള്ളൂ. കേന്ദ്ര കമ്മിറ്റിക്ക് ഉള്ള ഫണ്ട് പോലും ഇവിടുന്ന് പിണറായി വിജയനാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് വിശേഷിച്ച് വരായികയൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ ഇവർക്കെല്ലാം ഭയമായിരുന്നു. ഈ പറഞ്ഞ മാന്യന്മാർക്കെല്ലാം പിണറായിയെ ഭയമായിരുന്നു. ആ ഭയമുള്ളത് കൊണ്ട് പിണറായിയുടെ കോപത്തിനിരയായാൽ തങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളത്. ഇവരൊക്കെ നമ്മൾ കരുതുമ്പോൾ ഇവരൊക്കെ വലിയ നേതാക്കന്മാരോ വലിയ രാഷ്ട്രീയധാരണയുള്ളവരോ ഒന്നുമില്ല. ഇവരൊക്കെ ഒരു തരം ആശ്രിതരായി ഇങ്ങനെ പറ്റിക്കൂടി നിന്ന് ജീവിക്കുന്ന ഒരു തരം പരാന്ന ജീവികളാണ്. നിങ്ങളീ പറഞ്ഞ ഇടതുപക്ഷ മുന്നണിയിലെ പാർട്ടികൾ, നേതാക്കൾ എന്നൊക്കെ പറയുന്നത് പരാന്ന ജീവികളാണ്. ആ ഇടതുപക്ഷ മുന്നണി എന്താ? ആ മുന്നണിയിൽ എന്താ ഉള്ളത്? ആ മുന്നണിയിൽ K കൃഷ്ണൻകുട്ടിയുടെയും മാത്യു T തോമസിൻ്റെയും ഒരു പാർട്ടിയുണ്ട്. കർണാടകയിൽ ദേവഗൗഡയായിട്ടാണ് അവർക്ക് വന്നത്. ദേവഗൗഡ BJPയിലാണ്.
BJPയുടെ അസോസിയേറ്റാണ്. ആ BJPക്കെതിരെ നിൽക്കുന്ന ആളുകൾക്ക് ഈ ആളുകളെ ഉറപ്പിക്കാൻ പറ്റുമോ? കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ മന്ത്രിയാണ്, അയാളൊരു പാർട്ടിയാണ്. അയാളുടെ ഒരു പാർട്ടി മാരുതി വാനിൽ കയറ്റാനുള്ള ആൾ പോലും അയാളുടെ പാർട്ടിയിലില്ല. പിന്നെ ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾ, ഗണേഷ് കുമാറിനെ പോലുള്ള ആളുകൾ, ഇതൊക്കെയാണ് മുന്നണി. ഇവരെ ആരെങ്കിലും പിണറായി വിജയനെതിരെ CPI ഒരു തിരുത്തൽ ശക്തിയായിരുന്നു, പറയാൻ കഴിയില്ല. ഒരുപാട് CK ചന്ദ്രപ്പന്റെ കാലം വരെ തിരുത്തൽ ശക്തിയാണ്. കാനം രാജേന്ദ്രൻ അത് ആ ലെഗസി ഉപയോഗിച്ച് പാർട്ടിയുടെ സെക്രട്ടറിയായി. പക്ഷെ സെക്രട്ടറി ആയതിനു ശേഷം കാനത്തിന് ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ബിനോയ് വിശ്വം വരുമ്പോൾ പൂർണ്ണമായിട്ടും അടിമയാണ്. അല്ല, ബിനോയ് വിശ്വം അവസാനം PM ശ്രീയുടെ വിഷയത്തിൽ ശക്തമായ നിലപാട് എടുത്തു. ആക്ച്വലി വേണമെങ്കിൽ യഥാർത്ഥത്തിൽ CPIക്ക് ഒരു തിരുത്തൽ ശേഷി നിലനിർത്താൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ട് അവർ ചെയ്തില്ല എനിക്കറിയില്ല. പക്ഷെ ബിനോയ് വിശ്വം ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊന്ന് PM ശ്രീയുടെ കാര്യത്തിൽ ശക്തമായ പൊസിഷൻ എടുത്തതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്നതിൽ ഇവരൊക്കെ കേന്ദ്ര ലീഡർഷിപ്പ് പരാജയപ്പെട്ടു, ഇടതുപക്ഷ മുന്നണിയിലെ കാര്യത്തിൽ നിലപാടെടുത്തു. പക്ഷേ PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് ഒരിക്കലും ബിനോയ് വിശ്വം പറഞ്ഞിട്ടില്ല. ഇപ്പോഴതിൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത് പിൻവാങ്ങിയോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ താൽക്കാലികമായ ഒരു പ്രശ്നം ഉയർത്തുകയും മാധ്യമങ്ങളിലൂടെ അത് പരിഹരിക്കുകയാണ് ചെയ്തത്. പ്രായോഗികമായിട്ട് അത് എവിടെ എത്തിയെന്ന് പരിശോധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വത്തിന് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇടപെടായിരുന്നു. CPM ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയായിരുന്നു, പിണറായി വിജയനെ നിയന്ത്രിക്കായിരുന്നു. ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ആ മുന്നണിയിൽ ഒരാൾ ചെയ്തിട്ടില്ല, പിണറായി വിജയൻ്റെ പാർട്ടി ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു തമാശ, പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം വന്നത്, ശൈലജ ടീച്ചർ മത്സരിച്ചാൽ ഭരണം കിട്ടും, അങ്ങനെ ഒരു നറേറ്റീവ് വരുന്നു. അതെ, ഇതെല്ലാം കുറ്റവും പിണറായിയുടെ തലയിൽ ഇട്ട് രക്ഷപ്പെടാൻ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അയാളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളൻ വിളിക്കുന്ന ഒരു കളി ഇപ്പം നടക്കുന്നുണ്ട്. സത്യത്തില് അഖിലേന്ത്യാ സെക്രട്ടറി ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തമുള്ള ആളല്ലേ? എല്ലാ കാലത്തും CPMന്റെ ചരിത്രത്തിൽ EMSന്റെ സർക്കാരിൽ 67 സുന്ദരയ്യ ഇടപെട്ട കാര്യങ്ങളൊക്കെ അതിശക്തമായിട്ട് നോസിറ്റർ പുസ്തകത്ത് പറയുന്നുണ്ട്. കമ്മ്യൂണിസം വളരെ കർക്കശമായിട്ടാണ്. ഒരു തവണ EMS രാജിവെക്കാൻ വേണ്ടി തയ്യാറായി എന്ന് പോലും മധുരയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ EMS ഞാൻ അങ്ങനെയാണ് രാജിവെക്കാം എന്ന് പറഞ്ഞു എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ വളരെ കർക്കശമായിട്ട് ഇടപെട്ടിരുന്ന ഒരു പാർട്ടി. ഏറ്റവും അവസാനം പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് പിണറായി വിജയൻ കരുണാകരനെ ഇടതുപക്ഷ മുന്നണി കൊണ്ടുവരാൻ ശ്രമിച്ച് DIC എന്നുള്ള പേരിൽ. പക്ഷെ അതിനകത്ത് പ്രകാശ് എടുത്തത് നിലപാടെന്താ വെച്ചാൽ അടിയന്തരാവസ്ഥയുടെ ഈ പാരമ്പര്യം പുലർത്തുന്ന കരുണാകരനെ മുന്നണി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പിണറായി വിജയനെ സൈഡിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഇത്തരം കാര്യങ്ങൾ കർക്കശമായ സമീപനം എടുക്കാനും അത് അസർട്ട് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പാർട്ടി. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തവണ ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ പൂർണ്ണമായിട്ടും കേന്ദ്ര ലീഡർഷിപ്പ്, ചെറിയ ആൾക്കാരിൽ 10-90 ആളുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകളാണ്, ഇവരൊന്നും എല്ലാവരും പിണറായി വിജയൻ്റെ കയ്യിൽ കാശ് വാങ്ങിച്ചിട്ട് ജീവിക്കുന്നതെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു തങ്ങളൊരു തിരുത്തൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ തിരുത്തൽ ചുമതലയുള്ള ഒരു കമ്മിറ്റിയാണ് എന്ന് അവർ മറന്നുപോയെന്നുകൊണ്ട്? പാർട്ടി കമ്മിറ്റികളിലേക്ക് വരാൻ വേണ്ടി പിണറായി വിജയൻ്റെ സഹായം തേടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇയാളെ ഭയമായിരിക്കും, പിണറായി വിജയനെ ഭയമായിരിക്കും. പിണറായി വിജയനെ അവർ ഭയപ്പെടുന്നുണ്ടാവും. കാരണം പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ആശയ സമരത്തിലൂടെയോ സൈദ്ധാന്തിക പഠനത്തിലൂടെ വന്ന ഒരാളല്ല. അദ്ദേഹം വന്നത് വേറെ രീതിയിലാണ്. ആ രീതി ഇന്ന് കേരളത്തിൽ ആവശ്യമില്ലാത്ത രീതിയായി മാറുന്നതുകൊണ്ടാണ് ആ പാർട്ടി തന്നെ അപ്രസക്തമായി പോകുന്നത്. കാരണം കായിക ബലം കൊണ്ട് സംഘടനയെ വളർത്തുക എന്നുള്ള രീതി ഇന്ന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുക. പുതിയ കാലത്ത് അത് ആവശ്യമില്ല, നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പിണറായിനെ ഭയന്ന് നിൽക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. അവർ ഭയം മാത്രമേ ഉള്ളൂ, അവർക്ക് വേറെ ഒരു രാഷ്ട്രീയവും ഇല്ല. ആശ്രിതത്വവും ഭയവുമാണ് അവരെ ഭരിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യത്തിന്റെ ശുദ്ധവായു കിട്ടണം, ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയണം. ഇത് രണ്ടും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോണത്? ഇപ്പോഴുള്ള പ്രശ്നം ഇവിടെ പയ്യന്നൂർ മുതൽ മിക്കവാറും എല്ലാ ഇടതുപക്ഷ കോട്ടകളും, അമ്പലപ്പുഴ അടക്കം, കൊല്ലം ജില്ലയടക്കം എല്ലാ സ്ഥലങ്ങളിലും വലിയ തകർച്ച വന്നു. ഇത് രാഷ്ട്രീയമായിട്ട് ഇലക്ട്രൽ ഡിഫീറ്റ് മാത്രമല്ല, ഇത് പാർട്ടിയിലുള്ള അവിശ്വാസം, താഴെ ഏറ്റവും സാധാരണക്കാരായ പാർട്ടി മെമ്പർമാരടക്കം ആളുകൾ പാർട്ടിയിലുള്ള അവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയൊരു പാർട്ടിക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയും? അല്ലെങ്കിൽ ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥയിലേക്ക്, ബംഗാളിലെ പാർട്ടി സത്യത്തിൽ നിന്നൊരു പാർട്ടി എന്നുള്ള സംവിധാനം അവിടെ ഇല്ല. ആ തരത്തിലേക്ക് കേരളത്തിലെ പാർട്ടി പോകും. രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ ഇവർക്ക് ഒരു തിരുത്തലിലേക്ക് പോവാം, നേതൃത്വത്തെ മാറ്റി തിരുത്തി, രാഷ്ട്രീയമായി തെറ്റുപറ്റിയത് തിരുത്തി പോവാം.
അതിനുള്ളൊരു ആർജവം കേന്ദ്ര നേതൃത്വം കാണിക്കുമോ എന്നുള്ളത് സംശയമാണ്. കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. അല്ല ഇതിന്റെ അവര് ആളുകൾ അവിടെ ജനങ്ങളുടെ- ഇരിക്കുന്നത് അതെ, അവര് ജനറൽ ജനങ്ങളുടെ സെക്രട്ടറി ഇവിടുന്ന് ഒരു ആശ്രിതൻ മാത്രമാണ് സത്യത്തില്. ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളതൊക്കെയാണ് അവർ നിൽക്കുന്നത്. തങ്ങൾക്ക് തെറ്റുപറ്റി എന്നല്ല പറയുന്നത്, ജനങ്ങൾക്ക് തെറ്റുപറ്റി. ജനങ്ങൾ കൃത്യമായ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ആളുകളൊക്കെ അറിയാം. ജനങ്ങൾ ആ നിലയ്ക്ക് നിലപാടെടുത്തിട്ടുണ്ട്. ജനങ്ങൾക്കല്ല തെറ്റുപറ്റിയത്, പാർട്ടി ലീഡർഷിപ്പിനാണ് തെറ്റുപറ്റിയത്. അങ്ങനെ തിരുത്താം. അതല്ലെങ്കിൽ BJP ഒരു പ്രധാന ശക്തിയായിട്ട് കേരളത്തിൽ എമർജ് ചെയ്ത് വരുന്ന ഘട്ടത്തിൽ BJPയുടെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അവർക്ക് കീഴടങ്ങിയിട്ട് അവരിലേക്ക് പോവാം. വലിയൊരു ബംഗാളിലെ അനുഭവം നോക്കിയാൽ ബംഗാളിൽ 2016 അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ മാറി ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് മമതയുടെ സമയത്ത് 3 സീറ്റുകൾ മാത്രമാണ് അന്ന് BJPക്ക് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് 3 അവർ. ഇപ്പോൾ അവർ ഒറ്റക്ക് അധികാരം. ഇതിൽ ഒരു വലിയ പങ്കാളികൾ പഴയ CPM ആയിരുന്ന ആളുകളാണ് ഇപ്പം BJPയുടെ ഭാഗമായി മാറിയത്. അപ്പം ബംഗാളിൽ അങ്ങനെ സംഭവിക്കുമെങ്കിൽ കേരളത്തിൽ ഇന്നത്തെ ഈ ദൂഷിതമായ അന്തരീക്ഷത്തിൽ പാർട്ടി ലീഡർഷിപ്പ് ഇല്ല. പാർട്ടി ലീഡർഷിപ്പ് അണികൾക്ക് വിശ്വാസമില്ല. പുതിയൊരു ലീഡർഷിപ്പ് എമർജ് ചെയ്ത് വരുന്ന ആരാ? ഇപ്പം പുതിയതായിട്ട് വരുന്ന ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം സ്വരാജിനെ പോലുള്ള ആളുകൾ, അദ്ദേഹം പറഞ്ഞ നാട്ടുകാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തിയറട്ടീഷ്യനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ഒരു കേരളത്തിലെ CPM ലീഡർഷിപ്പിൽ യങ്സ്റ്റേഴ്സിലേക്ക് നോക്കിയാൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മുഖം പോലുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പാർട്ടിക്കകത്തുള്ള ആളെ വെച്ചിട്ടല്ലേ അവർക്ക് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ കഴിയും. എങ്ങനെയാണ് അവർ ഈ പാർട്ടിയെ വീണ്ടും കെട്ടിപ്പടുക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാം? ഇതിൽ എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് വന്ന ഒരു വലിയ സമരമുണ്ട്. കുഞ്ഞികൃഷ്ണൻ, DK ഗോവിന്ദനും G സുധാകരനൊക്കെ ആ സമരത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അവർക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു വലിയ പാർട്ടി കേഡർ സമൂഹമുണ്ട്. അവർ എമർജ് ചെയ്ത് വരികയും അവരവരുടെ രാഷ്ട്രീയം എൻഡോഴ്സ് ചെയ്ത് പറയുകയും ചെയ്താൽ ഒരു രാഷ്ട്രീയ സമരത്തിന് കേരളത്തിൽ സാധ്യതയുണ്ട്. അതിലേക്ക് പോവുകയാണെങ്കിൽ CPMന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാരുടെ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനും ഒരു സമരസംഘടനയായിട്ട് മാറാൻ സാധിക്കും. 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിലേക്ക് മടങ്ങി പോവുക, പുതിയൊരു സമര സംഘടനയായിട്ട് അതിനെ റീബിൽഡ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ BJPക്ക് വഴി ഒഴിഞ്ഞു കൊടുത്തിട്ട് വഴി മാറിപ്പോവുക. അതായത് വളരെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ അടുത്ത 5 വർഷത്തിനകം കേരളത്തിലെ CPMനകത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു റെക്ടിഫിക്കേഷൻ അല്ലെ ഒരു സെൽഫ് ക്ലീനിങ് സംവിധാനം ഉണ്ടാക്കിയ പാർട്ടി അടിമുടി അഴിച്ചു പണിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പ്രതിപക്ഷം വേണം. ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പാർട്ടികൾ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടാവും. ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി വളരും. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ, ജനങ്ങൾക്ക് വിശ്വാസം നൽകാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് CPMന് പുതുതായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അൾട്ടിമേറ്റ്ലി അത് BJP എന്നുള്ളതായിരിക്കും. ആ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? ഒരു രാഷ്ട്രീയ സമരത്തിനുള്ള സാധ്യത ഞാനെപ്പോഴും കാണുന്നുണ്ട്. CPMനകത്തുനിന്നും CPIക്കകത്തുനിന്നും ഒക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം സംഭവിക്കുന്നതന്നെയാണ് ഞാൻ കരുതുന്നത്. അതിലുള്ള എന്തെങ്കിലും ഒരു തിയറട്ടിക്കൽ ഫൗണ്ടേഷനിൽ വേണം ഇത്തരത്തിലുള്ള ഒരു സമരം നടത്താൻ. അങ്ങനെ ഒരു സൈദ്ധാന്തികമായ വിഷയങ്ങളിൽ, പാർട്ടിയുടെ ദർശനങ്ങളിൽ, പാർട്ടിയുടെ ചുമതലകളിൽ അങ്ങനെ ഒരു പാരമ്പര്യം എത്രയോ കാലമായിട്ട് അവസാനിച്ചില്ലേ? കുറേ കാലങ്ങളായിട്ട് മതേതര രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, ജനാധിപത്യ പാരമ്പര്യങ്ങൾ സംസാരിക്കുന്നില്ല, എന്തിന് മനുഷ്യർ തമ്മിലുള്ള തുല്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ മതേതരത്വം, ജനാധിപത്യം, മനുഷ്യരുടെ തുല്യത, ഈ സംഗതികളെല്ലാം പൂർണ്ണമായിട്ടും അവഗണിക്കുക, പരന്നെത്തെറിഞ്ഞ അല്ലെങ്കിൽ അവഗണിച്ച് കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് സത്യത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ സമരം എന്ന് പറയുന്ന ആലോചിക്കാൻ കഴിയുക? അതൊരു അമിതമായിട്ടുള്ള ആഗ്രഹമല്ലേ സത്യത്തിൽ? അല്ല, കേരളീയ സമൂഹത്തിൽ വരാൻ പോകുന്ന പരിവർത്തനങ്ങളിൽ അങ്ങനൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ, പ്രായോഗിക രൂപങ്ങളൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തുനിന്നുള്ളൊരു മാറ്റം തന്നെ, ഇടതുപക്ഷത്തിലേക്കുള്ള മാറ്റം തന്നെയാണ്. കേരളത്തിൻ്റെ മനസ്സ് അങ്ങനെയാണ്. കേരളത്തിന് അങ്ങനെ ബംഗാളിനെ പോലെ അത്ര പെട്ടെന്ന് ഒരു BJPയുടെ വഴിയിലേക്ക് പോകാൻ കഴിയുന്ന ഞാൻ കരുതുന്നു. ശരി, ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന കേന്ദ്രം ബംഗാളായിരുന്നു. നാരായണഗുരു പോലും കുമാരനാശനെ ബംഗാളിൽ പോയിട്ടാണ് പഠിപ്പിച്ചത്. ഉണ്ട്, പക്ഷേ അവരൊരേ സമയം നവോത്ഥാനം പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് കാളി പൂജ മറ്റു കാര്യങ്ങളും ഉണ്ട്. അതിപ്പോ നിങ്ങൾ ഇവിടെ പോയി പൂമോടലും നിങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കാളി പൂജ, ഇവിടെ പൂമോടൽ, അത്രേ ഉള്ളൂ. ഏതിന് മേധാവിത്വം കിട്ടുന്നതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു
നവീകരണം, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചോട്ടുള്ള അല്ല, സാംസ്കാരിക പ്രവർത്തകർക്ക് തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. സച്ചിദാനന്ദൻ പോലുള്ള ആളുകൾ ഒരു ഇടതുപക്ഷ ഭരണം വരാതിരിക്കുകയാണ് കേരളത്തിന് നല്ലത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ സാംസ്കാരിക രംഗത്ത് ഒരു പുതിയ ഉണർവ് ഉണ്ടാവാനുള്ള, സാംസ്കാരിക രംഗത്ത് നിന്ന് ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാവാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത നമുക്ക് അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് നടന്നേക്കും. കാരണം ഹിന്ദുത്വ ശക്തികളുടെ ഒരു മുന്നേറ്റം കേരളീയ സമൂഹത്തിലുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവർ കുറേ കൂടി ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളെ കാണുകയും ഈ നിലവിൽ നമ്മൾ കാണുന്ന ബഹുജന സംഘടനകളൊന്നുമല്ല, വേറൊരു തരത്തിലുള്ള രൂപീകരണത്തിന് കേരളത്തിൽ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു ആശയം എന്ന മട്ടിലാണ് കമ്മ്യൂണിസം വന്നത്. ഒരാശയം എന്ന മട്ടിലാണ്, ആ ആശയമാണ് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചത്. ഒരു പക്ഷേ പുതിയ ആശയങ്ങളിലൂടെ, പുതിയ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റങ്ങളിലൂടെ കേരളത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും. സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിൻ്റെ യഥാർത്ഥ ജനാധിപത്യ പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സാധ്യതയുണ്ട്. അതാണ് പ്രതീക്ഷിക്കേണ്ടത്. ആ പ്രതീക്ഷയോടുകൂടി ഈ ചർച്ച അവസാനിപ്പിക്കുന്നു.